വിശദമായ വാർത്തയിലേക്ക്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി കേരളം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പോളിംഗ് 80%-നടുത്ത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അതിശക്തമായ പോളിംഗാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. 8 മണിക്കും പല ബൂത്തുകളിലും വോട്ട് ചെയ്യാനുള്ളവരുടെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടിംഗ് 85%-നും മുകളിൽ എത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 3 ലക്ഷത്തിലധികം അനധികൃത വോട്ടുകൾ വെട്ടിമാറ്റിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചരണവും വോട്ടിംഗ് ശതമാനം ഉയരാൻ കാരണമായിട്ടുണ്ട്. NDA BJP മുന്നണി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് NDA സഖ്യത്തിന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നത്. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലും. കഴിഞ്ഞ 30 വർഷത്തെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗിനാണ് ഇക്കുറി കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ജനം, തിരുവനന്തപുരം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് അമ്പാടി, കൊച്ചിയിൽ നിന്നും മിഥുനയ്യപ്പൻ, കോഴിക്കോട് നിന്നും രമ്യാദാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം രഞ്ജിത്ത് അമ്പാടിയിലേക്ക്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 80%-ലേറെ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ 85%-ലേക്ക് എത്തുമെന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും എത്രത്തോളം പ്രതീക്ഷയിലാണ്? തീർച്ചയായും സുരേഷ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ ശക്തമായിട്ടുള്ള പോളിംഗാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 72.76 ആയിരുന്നു പോളിംഗ് നടന്നത്. എങ്കിൽ ഇപ്പോൾ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ 80%-ന് മുകളിലേക്ക് പോളിംഗ് കടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ചിറ്റൂരിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത്. 84.26% പോളിംഗാണ് ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. ജില്ലകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും അധികം പോളിംഗ് നടന്ന ജില്ലകൾ. അവിടെയൊക്കെ തന്നെ ഏകദേശം 80%-ന് മുകളിലേക്ക് പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. സംസ്ഥാനത്താകമാനം 78.21% പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ഇത് കൃത്യമായ കണക്കല്ല എന്ന് ഉറപ്പിച്ചു പറയാം. കാരണം വൈകുന്നേരം 8 മണിക്കും രാത്രി 8 മണിക്കും പല ബൂത്തുകളിലും നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. സ്വാഭാവികമായും ഒരു 6 മണി വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുശേഷം കിട്ടുന്ന കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രോഡീകരിച്ച് ഇനിയുള്ള മണിക്കൂറുകൾ മാത്രമേ പുറത്തുവിടുകയുള്ളൂ. ആ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും 80%-ൽ നിന്ന് 85%-ന് അടുത്തേക്ക് ഈ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൃത്യമായ പ്രചരണം. വോട്ട് എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമാണ്. അത് വിനിയോഗിക്കുക എന്നുള്ളത് കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ള ഒരു പ്രചരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ നടത്തിയിരുന്നു. മറ്റൊന്ന്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് 3 ലക്ഷത്തിലധികം അനധികൃത വോട്ടർമാരെ വെട്ടിമാറ്റി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ അനധികൃത വോട്ടർമാരെ വെട്ടിമാറ്റിയതിലൂടെ തന്നെ കൃത്യമായ വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞു. അത് ഈ പറയുന്ന പോളിംഗ് ശതമാനം ഉയരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുമാത്രവുമല്ല, അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും നടന്നത്. അത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം. ഉദാഹരണത്തിന് നേമത്ത് ഏകദേശം 80%-ന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർന്നു. നേമത്തെ സംബന്ധിച്ച് ഓരോ വോട്ടറെയും കൃത്യമായി കണ്ടെത്തി ആരാണ് 5 മണിവരെ വോട്ട് ചെയ്യാത്ത ആളുള്ളത് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ആ ആളിനെ കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വലിയ ഉത്തരവാദിത്വമായിരുന്നു. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ കഴക്കൂട്ടം, നേമം, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, ഇങ്ങനെ മറ്റ് ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനമായി ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. ഇത് NDAയുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. കാരണം ഇത്തവണ ഒന്നല്ല പല മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനാകുമെന്ന് തന്നെയാണ് NDA കണക്ക് കൂട്ടുന്നത്. ഇത്തവണ ഒരു തൂക്ക് മന്ത്രിസഭ വരുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും ഈ വോട്ടിംഗ് ശതമാനം, പോളിംഗ് ശതമാനം ഉയർന്നതിൽ അവരവർ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും അവരവർ തന്നെ പല വാദങ്ങൾ നിരത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം.
രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. കാരണം വോട്ടിംഗ് ശതമാനം അത്രത്തോളം ഉയരുമ്പോൾ അവരുടെ കണക്കുകൂട്ടലുകളും അത്രത്തോളം സജീവമാണല്ലോ. എന്നാൽ ഈ പ്രചാരണത്തിൽ ഉടനീളം വലിയ മേധാവിത്വമാണ് ഇന്ത്യയെ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉറച്ച വിജയപ്രതീക്ഷയാണ് അവർ ഉള്ളത്. പ്രത്യേകിച്ച് നേമത്തും വട്ടിയൂർക്കാവിലും അടക്കം അങ്ങനെ സജീവമായ വിജയപ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. ഈ വോട്ടിംഗ് ശതമാനം ഉയരുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കേരളം മാത്രമല്ല രാജ്യം തന്നെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം നിയോജക മണ്ഡലം. അവിടെ 80% പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ BJPയുടെ വിജയപ്രതീക്ഷകൾ എത്രത്തോളം സജീവമാണ് രഞ്ജിത്ത്? സുരേഷ്, കൃത്യമായി തന്നെ നേമത്ത് സംഘടനാ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് BJP വ്യക്തമാക്കുന്നത്. തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും അവിടെ പെട്ടിയിൽ വീഴ്ത്താൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നേമത്തെ BJP പ്രവർത്തകർ, BJP നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ നേമത്ത് BJPയുടെ NDAയുടെ സംഘടനാ വർക്ക് നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2016 O രാജഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെയാണോ നടന്നത്, 2021 കുമ്മനം മത്സരിക്കുമ്പോൾ എങ്ങനെയാണോ സംഘടനാ പ്രവർത്തനം നടന്നത്, അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള ഒരു ചിട്ടയായ പ്രവർത്തനം ഇത്തവണ നടന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം 2016 നിന്ന് 2021 എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടിലുണ്ടായ വർധനവ് 13,000-ൽ നിന്ന് 36,000-ലേക്ക് കോൺഗ്രസിൻ്റെ UDFൻ്റെ വോട്ട് വർദ്ധിച്ചത് നമ്മൾ കണ്ട കാര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്ന് UDF വളരെയധികം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം 2026 എത്തുമ്പോൾ നേമത്ത് നമുക്ക് കാണാൻ കഴിയും. UDFന് സത്യത്തിൽ പ്രചരണത്തിന് പോലും ആളില്ലാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നേമത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം നടക്കുകയും മികച്ച ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച് കയറുകയും ചെയ്യുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. സമാനമായ ഒരു ഫൈറ്റാണ് കഴക്കൂട്ടത്ത് നമുക്കറിയാം. മുൻ കേന്ദ്രമന്ത്രിയും മുൻ BJP സംസ്ഥാന അധ്യക്ഷനുമായ V മുരളീധരൻ മത്സരിച്ചൊരു മണ്ഡലമാണ്. അദ്ദേഹം കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ 3 ലക്ഷത്തിലധികം വോട്ട് സമാഹരിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ കഴക്കൂട്ടത്തും ഒരു അട്ടിമറി ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് BJPയുടെ പ്രവർത്തകരും BJPയുടെ പ്രാദേശിക നേതാക്കളും വ്യക്തമാക്കുന്നത്. ഇതിന് സമാനമായ ഒരു വലിയ ഫൈറ്റ്, ബിഗ് ഫൈറ്റ് നടക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിലാണ്. കരമന ജയൻ അവിടെ സ്ഥാനാർത്ഥി ആയതോടുകൂടി തന്നെ ചിത്രങ്ങൾ ആകെ മാറിയിരിക്കുന്നു. കരമന ജയന് വലിയ ജനകീയ പിന്തുണയുള്ള വ്യക്തിയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള വ്യക്തിയാണ്. കരമന സുധീർ എന്ന സിനിമാ താരത്തെയും അതുപോലെ CP ജോണിനെ രംഗത്തിറക്കി ഇടത് വലത് മുന്നണികൾ അവിടെ മത്സരിക്കുമ്പോൾ ഇവരെക്കാളൊക്കെ ഒരു പടി മുന്നിലെത്താൻ കരമന ജയന് പ്രചരണത്തിൽ സാധിച്ചു. ഇന്നത്തെ വോട്ടെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. ഇത്തരത്തിൽ BJPക്ക് അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ വലിയ പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. അത് NDAക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. യെസ്, തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് അമ്പാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.